മലയാളത്തില് ത്രില്ലർ ജോണറിൽ എവർ ക്ലാസിക് ഒരു ലാൻഡ്മാർക്ക് എഴുതിയ പടം ദൃശ്യം. ജിത്തു ജോസഫ്, മോഹൻലാൽ, ലാലേട്ടൻ കൂട്ടുകെട്ടിലെ പടം. തേർഡ് 3 വരാൻ പോകുന്നു. ഹായ് ഗൈസ്, ദൃശ്യം 3യുടെ ഒഫീഷ്യൽ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നേരെ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. ബാ. ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കെൽപ്പുള്ളൊരു അതിഥി. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. It's like a case that is closed, but will never close. സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്. ജനിച്ചപ്പം മുതൽ തുടങ്ങിയതാണ് എന്റെ ഈ യുദ്ധം. സ്വന്തമെന്ന് പറയാൻ ആരുമില്ലായിരുന്നു. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ സ്വന്തമാക്കിയതാണ് എന്റെ കുടുംബം. അത് തകരുമെന്നൊരു ഘട്ടം വന്നപ്പോ മുന്നും പിന്നും ചിന്തിക്കാതെ പ്രവർത്തിച്ചു പോയി. അതിനിടയിൽ ആരൊക്കെ വേദനിക്കുന്നെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഇപ്പൊ പേടിയാ സാറേ. ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. May 21st. ടീസർ ഓക്കെ. ടീസർ എപ്പോഴും ദൃശ്യത്തിൻ്റെ ഏത് സീക്വലിൻ്റെ ടീസർ എടുത്താലും ഭയങ്കര പ്രതീക്ഷയൊന്നും ഉണ്ടാകാറില്ല. അത് പടം ഇറങ്ങുമ്പോൾ എന്നാൽ തിയേറ്റർ അങ്ങ് കത്തിക്കും. അതാ പരിപാടി. സാധാരണ പുള്ളിക്കാരുടെ ഒരു ഫോർമാറ്റ് അതാണ് ജിത്തു ജോസഫിൻ്റെ. ദൃശ്യം 1ൻ്റെ സ്റ്റാർട്ടിങ് കാണിച്ചു. എങ്ങനെയാണ് പിന്നെ എങ്ങനെ ദൃശ്യം 2-ലോട്ടെത്തി, എങ്ങനെ ദൃശ്യം 3-ലെത്തുന്നു. അതായത് ദൃശ്യം 3യുടെ ടാഗ് ലൈൻ തന്നെ ദ പാസ്റ്റ് നെവർ സ്റ്റേസ് സൈലന്റ് എന്നാണ്. സൈലന്റ് ആയിരിക്കില്ല, പാസ്റ്റ് അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ ഇരിക്കൂല എന്നുള്ള സംഭവമാണ്. അപ്പോൾ സീക്വൽ പരിപാടി തന്നെയാണ്. ലാലേട്ടൻ ആസ് യൂഷ്വൽ അടിപൊളി ടീസർ പൊളിച്ചു. ആ ജോർജ് കുട്ടിയുടെ ക്യാരക്ടറിലോട്ട് കയറി ഒരു അത് അവസാനം ജനാല എടുത്തുള്ള നോട്ടത്തിലും ആ പള്ളിയിലിരുന്ന ഇരുത്തത്തിലെല്ലാം ലാലേട്ടൻ കലക്കിയിട്ടുണ്ട്. ലാലേട്ടൻ അല്ലെങ്കിലും ഫുള്ളി ഓൺ ഫോമിലായ ഒരു കാലഘട്ടമാണ്. അടിപൊളിയായിട്ടുണ്ട്. പടം ഏത് ലെവലായിരിക്കും എന്നുള്ളത് May 21 ലാലേട്ടൻ്റെ ബർത്ത്ഡേ ഒക്കെയാണ് പടം ഇറങ്ങാൻ പോകുന്നത്. അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. എല്ലാ ദൃശ്യങ്ങൾ ടീസറും ട്രെയിലറും കുറച്ചൊരു പതിഞ്ഞ് ഒരു സംശയം ഉണ്ടാകുന്ന രീതിയിൽ ഇതെങ്ങോട്ട് പോകുന്ന സംശയം ഉണ്ടാകുന്ന മോഡലാണ് ഉണ്ടാവല്. ഇത് കുറച്ചുകൂടി എനിക്ക് തോന്നി ഒരു പണ്ടത്തെ ഇതുവരെ ചെയ്ത കാര്യങ്ങളിലൊരു ഗിൽട്ട് ഉള്ള പോലെ. എന്ന് വെച്ചാൽ ദൃശ്യം 1ൻ്റെ ലാസ്റ്റിലും സിദ്ദിഖിനോടും ആശാ ശരത്തിൻ്റെ ക്യാരക്ടറിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഗിൽട്ട്. ജോർജ് കുട്ടി ലാലേട്ടൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ടായിരുന്നു എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നു. ഒരു ഗിൽട്ട് ഉണ്ട്. ദൃശ്യം 2-ലും ആ ഒരു സംഭവം ഉണ്ട്. പക്ഷെ ഇതൊരു ആ ഒരു ഗിൽട്ടിനെ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളൊരു പരിപാടി ആയിരിക്കുമോ ദൃശ്യം 3? അല്ല വേറെ ഒരു ട്രാക്ക് പിടിച്ച് പുതിയ ഫ്രഷ് ആയ ഒരു സംഭവിക്കുമോ? ഐഡിയ ഇല്ല. പക്ഷെ ബേസിക്കലി ഒരു ടീസറിൻ്റെ ഒരു 30-32 സെക്കൻഡ് ഫസ്റ്റ് സംഭവമായിരുന്നു. അതായത് ഫസ്റ്റ് 2 പാർട്ടിലെ കുറച്ച് ഭാഗങ്ങളായിരുന്നു. 3ൻ്റെ കുറച്ച് ഭാഗം കിട്ടിയിട്ടു. ട്രെയിലർ വന്നാലേ നമുക്ക് ശരിക്കും ഏത് ലെവലായിരിക്കും എന്ന് കുറച്ചും കൂടെ ഐഡിയ കിട്ടുള്ളൂ. എങ്കിലും ഇതൊരു ഇമോഷണൽ ഡ്രാമ ആവാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു സംഭവം ജിത്തു ജോസഫിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങുമ്പോൾ അത്രയും നന്നാവാറില്ല. പുള്ളിക്കാരൻ കോമഡി ത്രില്ലർ സംഭവത്തിൽ അടിപൊളിയാണ്. പക്ഷെ ഒരു ഇമോഷണൽ ഡ്രാമ സൈഡ് ജിത്തു ജോസഫ് പടങ്ങളിൽ അതിഗംഭീരമായിട്ട് അനുഭവപ്പെട്ടിട്ടില്ല. ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കൂല. ഈ കേസ് കൊണ്ട് കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ പോലെ മുരളി ഗോപിയുടെ ക്യാരക്ടറും ആശാ ശരത്തിൻ്റെ സിദ്ദിഖിൻ്റെ ക്യാരക്ടറെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ട് വീണ്ടും ഡിഗ് ചെയ്ത് കേസിലോട്ട് പോകുന്നതാണോ അറിയില്ല. ആ സൈഡാണ് ഓക്കെ, അടിപൊളിയായിരിക്കും. വേറൊരു മാത്തമാറ്റിക്കൽ അൽഗോറിതമിക് ഒരു സിനിമ നമുക്ക് വീണ്ടും കാണാം, അടിപൊളിയായിട്ട് കാണാം. അല്ല ഇത് കുറച്ചും കൂടെ ഒരു ഇമോഷണൽ സൈഡാണെങ്കിൽ നമുക്ക് നോക്കാം. കുറച്ചും കൂടെ സിനിമയുടെ കുറച്ച് സാധനങ്ങൾ കിട്ടിയില്ലെങ്കിൽ കുറച്ചും കൂടെ ആയിട്ട് കിട്ടിയേരെ. പക്ഷെ ഇപ്പം വളരെ കുറച്ചേ ഉള്ളൂ. ഇതിൽ നമുക്ക് അത്രയും തിരിയാനുള്ള സാധനമില്ല. പക്ഷെ ദൃശ്യമല്ലേ സംഭവം, അങ്ങനെ ഫെയിൽ ആവില്ല. എൻ്റെ സീക്വൽ എല്ലാം
ഫസ്റ്റിനെക്കാര് ഡബിൾ ട്രിപ്പിൾ അടിപൊളിയായിട്ടാണ് സെക്കൻഡ് ഓടിയത്. മാത്രം പട്ടം കിട്ടുമായിരുന്നു ദൃശ്യം 2. അപ്പം ദൃശ്യം 3 താഴൂലാന്നാ പ്രതീക്ഷ. ഓ പമ്പൻ ഫീലിംഗ് ആണ്. നമ്മളിങ്ങനെ ജോർജ് കുട്ടീനെല്ലാം കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. പുതിയ ഏത് തരത്തിലാണ് ഇവര് ഒരു കേസിനെ കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് ജോർജ് കുട്ടി ഇതിനെ ഡീൽ ചെയ്യുന്നത് കാണാൻ. ഒരു 4ാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല ജോർജ് കുട്ടിക്ക്, നമുക്കറിയാം. ഇതുവരെ ഉള്ള ദൃശ്യം കണ്ടാൽ നമുക്കറിയാം. അത് 3ലും ആ ഒരു ബുദ്ധി അതിനനുസരിച്ച് സ്ക്രിപ്റ്റ് വരുള്ളൂ എന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ ലാലേട്ടന്റെ ഒരു പെർഫോമൻസ് കാണാൻ വെയിറ്റിംഗ് ആണ്. മീന, എസ്തർ, അൻസീബ, സിദ്ദിഖ് എല്ലാരെയും കാണിച്ചു. ആശാ ശരത്തിനെ കാണിച്ചു, മുരളി ഗോപിനെ കാണിച്ചു. ഒരു ബ്ലാസ്റ്റ് പ്രതീക്ഷിക്കാം. അങ്ങനെ വെറുതെ ദൃശ്യം വന്ന് പോവാറില്ല. ഹെവി വെയിറ്റിംഗ് ആയ സ്ഥലം മെയ് 21 ലാലേട്ടന്റെ ബർത്ത്ഡേ ഒക്കെ ഇറങ്ങാൻ പോവാന്ന്. ആഘോഷിക്കണ്ടേ? എന്താണ് ഈ ടീച്ചറിനെ കുറിച്ചുള്ള അഭിപ്രായം? താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ്, ഹൈപ്പ്. കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഇത് പൊളിക്കൂലേ? ലാലേട്ടന്റെ 2026 ഹിറ്റ് ആവുമോ അത്? അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ അത്രയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ.